നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ മികവുത്സവം 2025 സംഘടിപ്പിച്ചു. പ്രതിഭകൾക്കുള്ള പുരസ്കാര സമർപ്പണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ MLAയും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ നിർവഹിച്ചു. വീടിനും നാടിനും സ്കൂളിനും പറയാൻ പറ്റിയ തരത്തിൽ അറിവിനെ വിദ്യയാക്കി മാറ്റാൻ, അർജുനന്റെ അഹങ്കാരമില്ലാതെ ഏകലവ്യന്റെ സർവ്വതും നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലെത്താൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ കുട്ടികളിൽ നിന്ന് വിദ്യാർത്ഥിയിലേക്ക് മാറുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളായി മാറണം. ഈ സമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാവണം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നാടിനും വീടിനും നിങ്ങൾ അഭിമാനത്തിൻ്റെ അഴക് നൽകുന്ന പദവികളിൽ എത്തിച്ചേരണം. മാനവികത നഷ്ടപ്പെടാതെ, ആർദ്രതയുള്ള ഹൃദയങ്ങൾ നഷ്ടപ്പെടാതെ നിങ്ങളുടെ ബുദ്ധിയും അധ്വാനവും കൊണ്ടെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. അർജുന് വിദ്യയില്ല. വിദ്യയില്ലെങ്കിൽ അസൂയുണ്ടാവും, കുശുമ്പുണ്ടാവും, മറ്റു പഠിക്കുന്ന ഒരാളുടെ വിരോധമുണ്ടാവും. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങൾക്ക് അറിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വിദ്യയില്ല. അറിവിൽ ആത്മാവ് ചേർന്നാലേ വിദ്യ ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഇന്നുള്ളത് അറിവാണ്, വിദ്യയല്ല. അങ്ങനെ അറിവുള്ള എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. എൻ്റെ മക്കൾ ഇപ്പോൾ 2 പേർ 96.5 94 95% മാർക്ക് വാങ്ങി വിജയിച്ചു. അവർ ക്രാഷ് കോഴ്സിന് പോയി. സയൻസ് ബാച്ചാണ് എടുത്തത്. അപ്പോൾ ക്രാഷ് കോഴ്സിന് കഴിഞ്ഞതിന് ശേഷം ആ 2 പേരിൽ ഒരാൾ പറഞ്ഞു, എനിക്കിനി സയൻസുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിന് യഥാർത്ഥത്തിൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. അതനുസരിച്ചുള്ള കാര്യത്തിന് പോകാനായി തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും ഒരുപക്ഷെ അപ്പോൾ അവൾ പറഞ്ഞു എന്തിനാണ് ആഗ്രഹം? അവൾ പറഞ്ഞു LLBക്ക് പോകണമെന്നാണ് ആഗ്രഹം. LLBക്ക് പോകുന്നതിന് സത്യം പറഞ്ഞാൽ സയൻസ് പഠിക്കേണ്ട കാര്യമുണ്ടോ? സയൻസ് പഠിക്കേണ്ട കാര്യമില്ല. മുഖാമുഖങ്ങളിൽ നിങ്ങൾക്കൊരു ചെറിയ കൈത്തിരിയായി, ഒരു മെഴുകുതിരിയായി തിളങ്ങി പ്രകാശിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, അച്ഛനെ വെട്ടിക്കൊണ്ടുന്നത്, അമ്മയെ വെട്ടിക്കൊണ്ടുന്നത്, സമൂഹത്തിൽ പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ലഹരിക്ക് അടിമയായിട്ടുള്ളവർ, അങ്ങനെ ഒത്തിരിയായ കാര്യങ്ങൾ, വളരെ ക്രിമിനൽ രംഗങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ ഒരു വലിയ പോരാളിയായി നിങ്ങൾ മാറണം. അങ്ങനെ ഒരു പോരാളിയായി മാറുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നതൊപ്പം നമ്മളോടൊപ്പമുള്ള, നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ രക്ഷകർത്താക്കളായാലും അതോടനുബന്ധിച്ചുള്ളവരെ എല്ലാം നമ്മൾ അത്തരത്തിൽ സ്വീകരിക്കുകയും ജീവിതത്തിൽ പരിപാലിക്കുകയും നിങ്ങൾ ചെയ്യണം. മഹാഭാരതത്തിന്റെ കാലം. ദ്രോണരുടെ ശിഷ്യനായിരുന്നു അർജുനൻ. രാജകുമാരന്മാരെല്ലാം ദ്രോണരുടെ ശിഷ്യനാണ്. അമ്പ് ഉപയോഗിക്കാനും, പുല്ല് ഉപയോഗിക്കാനും, വാൾ ഉപയോഗിക്കാനും ഒക്കെയുള്ള പാഠം കൊടുത്തതിൽ ഏറ്റവും പാഠമുള്ള ശിഷ്യന് അർജുനായിരുന്നു. അർജുന് സത്യത്തിൽ കിട്ടിയ അറിവാണ്. അർജുന് വിദ്യ കിട്ടിയില്ല. സഹോദരങ്ങൾ, അതിലുപരിയായി നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. നമ്മുടെ കഴിവുകളെയും നമ്മളെ പോരായ്മകളെയും മനസ്സിലാക്കിക്കൊണ്ട്, പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് നല്ല മാർഗങ്ങളിലേക്ക് നയിക്കുന്ന അധ്യാപകർ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വഴികാട്ടികൾ തന്നെയാണ് അധ്യാപകർ. അതെല്ലാം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കണം. അവാർഡുകൾ, ഓരോ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് സമൂഹത്തോടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടുള്ള, അധ്യാപക സമൂഹത്തോടുള്ള കടപ്പാടാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഇവിടെ സൂചിപ്പിച്ചത് എന്താണ്? അവാർഡുകളും A+കളും ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നല്ല മനസ്സിൻ്റെ, നല്ല മനുഷ്യനായി മാറണം. എനിക്കുന്നുണ്ടായ അനുഭവം, ഇപ്പം MBBS പാസ്സായ ഒരു ഡോക്ടർ
SSLC +2 ക്ലാസ്സുകളിലും അതോടൊപ്പം തന്നെ പഠനേതര പ്രവർത്തനങ്ങളിൽ കലാ കായിക ശാസ്ത്ര മേളകളിൽ സംസ്ഥാന തലത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്ത പ്രതിഭകളെയും ആദരിക്കുന്ന അനുമോദിക്കുന്ന ചടങ്ങാണ് ഇന്ന് ഈ സമ്മേളനത്തോടൊപ്പം നടക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മുടെ പ്രതിഭകളെ ആദരിക്കുന്നതിനുമുള്ള ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. SSLCയും +2 ഈ രണ്ട് കടമ്പകൾ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചവിട്ടുപടികൾ മാത്രമേ ആകുന്നുള്ളൂ. അത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. SSLCയിലും +2ലും ഫുൾ A+ അല്ലെങ്കിൽ 100% മാർക്കും വാങ്ങി എന്ന് കരുതി അവരുടെ വിദ്യാഭ്യാസ യാത്ര പിന്നീടങ്ങോട്ട് വളരെയധികം സുഗമമായിക്കോളും എന്ന് നമ്മൾ ധരിക്കരുത്. നമ്മൾ മുൻ വർഷങ്ങളിൽ ഒക്കെ കണ്ട അനുഭവത്തിലൂടെ, അതായത് ഇത്തരം